राम राम श्रीरामचन्द्र जय श्रीराम राम राम श्रीरामभद्रा जय श्रीराम राम राम सीताभिराम जय श्रीराम राम राम श्रीरामचन्द्र जय श्रीराम राम. അപ്പോൾ രാമായണ മാസം തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മളെല്ലാവരും നാലമ്പല ദർശനം നടത്തുന്നവരാണല്ലോ. അപ്പോൾ നമ്മൾ മെയിനായിട്ട് തൃശ്ശൂർ ജില്ലയിലെ നാലമ്പലത്തിലൊക്കെ എല്ലാവരും പോയിട്ടുണ്ടാവും. എന്നാൽ നമ്മുടെ പാലക്കാട് ജില്ലയിലും നാലമ്പലം ഉണ്ടെന്ന് എത്ര പേർക്കറിയാം? അപ്പോൾ നമ്മൾ ഇന്ന് പാലക്കാടുള്ള നാലമ്പല ദർശനത്തെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഗൈസ് നമ്മളിന്ന് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഏതൊക്കെയാണ് ആ ക്ഷേത്രങ്ങൾ എന്നൊക്കെ പരിചയപ്പെടാം. ഞങ്ങൾ കഴിഞ്ഞ 2 തവണയും പാലക്കാടുള്ള നാലമ്പല ദർശനം നടത്തിയിട്ടുണ്ടായിരുന്നു. അതിൽ ഒരുപാട് കമൻറ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു. തിരുവില്ലാമല തൃശ്ശൂർ ജില്ലയിലാണെന്ന്. അത് സത്യമാണ്, തിരുവില്ലാമല തൃശ്ശൂർ ജില്ലയിലാണ്. പക്ഷേ നമ്മൾ പറയുമ്പോൾ പാലക്കാട് ജില്ലയിലുള്ള നാലമ്പലം എന്നാണ് കേട്ടോ ഗൈസ് നമ്മൾ പറഞ്ഞത്. അങ്ങനെയാണ്, പാലക്കാട് നിന്ന് ഏറ്റവും അടുത്തായത് കൊണ്ടാണ് അതുപോലെ നമ്മൾ പറയണത്. അപ്പോൾ നമ്മൾ പാലക്കാട് ജില്ലയിലുള്ള കുറച്ച് നാലമ്പല ദർശനത്തിലേക്കുള്ള വീഡിയോ ആണ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ നേരത്തെ ഇറങ്ങിയിട്ട് 6 മണിയാകുമ്പോഴേക്കും വീട്ടിൽ നിന്ന് ഇറങ്ങി. നമ്മൾ തിരുവല്ലാമലയിൽ ശ്രീരാമ ലക്ഷ്മണ സ്വാമിയെ തൊഴുതാൻ വേണ്ടിയിട്ടാണ് ആദ്യം ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എത്തുമ്പോൾ തന്നെ 7-7:30 ആയിട്ടാ. ധർമ്മപത്നികളെയും പിടിച്ചു കൊണ്ടുപോ. അപ്പോൾ ഞങ്ങൾ തൊഴുതി ഇറങ്ങിയിട്ടാ. അപ്പോൾ ഇന്ന് നമുക്ക് കാണാൻ പറ്റിയത് ഒരുപാട് ഭക്തജനങ്ങൾ, അത് കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്ന് ഒരുപാട് ആളുകൾ നമ്മുടെ ഇപ്പോൾ ഇവിടെ തിരുവല്ലാമലയിലും പാലക്കാട് ജില്ലയിലുള്ള വേറെ ക്ഷേത്രങ്ങളിലൊക്കെ തൊഴുതാൻ വേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു നല്ല തിരക്കുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ നേരത്തെ വന്നതുകൊണ്ട് തന്നെ നമ്മൾക്ക് അധികം തിരക്കില്ലാതെ വേഗം തൊഴുതിയിട്ട് വെളിയിൽ ഇറങ്ങാൻ പറ്റിയിട്ടാ. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ തിരുവില്ലാമലയിലാണ് കേട്ടോ. കർക്കിടകം തുടങ്ങിയ ശേഷം നമുക്ക് നാലമ്പല ദർശനം ഉണ്ടല്ലോ. അപ്പോൾ നാലമ്പല ദർശനത്തിന് നമ്മൾ ആദ്യം തിരുവില്ലാമലയിൽ വന്നിട്ട് ശ്രീരാമ ലക്ഷ്മണ സ്വാമിയെ ഹനുമാൻ സ്വാമിയൊക്കെ തൊഴുതിയിട്ട് ഇനി നമ്മുടെ പാലക്കാട് ജില്ലയിൽ തന്നെ 2-3 ക്ഷേത്രങ്ങളുണ്ട് കേട്ടോ. പുൽപ്പരമന്നവും അങ്ങനെയുള്ള നമ്മുടെ ശത്രുഘ്ന ക്ഷേത്രമൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി അങ്ങോട്ടാണ് പോണത്. അപ്പോൾ നമ്മുടെ പാലക്കാടുള്ള 4 അമ്പലങ്ങളെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് കേസ്. അപ്പോൾ ആദ്യം ഞങ്ങൾ വന്നിരിക്കുന്നത് തിരുവില്ലാമലയിലാണ്. തിരുവില്ലാമല ശ്രീരാമസ്വാമി ലക്ഷ്മണസ്വാമിയൊക്കെ തൊഴുതിയിട്ട് ഞങ്ങൾ ഇനി അങ്ങോട്ട് പോകുകയാണ്. അപ്പോൾ തിരുവില്ലാമലയിൽ ചെറിയ കാഴ്ചകളൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. നല്ല ഭംഗിയാണല്ലേ സോ ഇവിടെ നിന്ന് കാണാൻ. ബാക്ക്ഗ്രൗണ്ടിൽ നമ്മുടെ തിരുവല്ലാമല. അന്ന് ക്ലൈമറ്റും കുഴപ്പമില്ല, നല്ല വെയിലുണ്ട് അല്ലേ.
ശ്രീ കുണ്ടിലയ്യപ്പൻ ക്ഷേത്രം. അങ്ങനെ നമ്മൾ തിരുവല്ലാമലയിൽ വന്ന് നമ്മുടെ ശ്രീരാമ ലക്ഷ്മണ സ്വാമിയെ, ഹനുമാൻ സ്വാമി, അയ്യപ്പ സ്വാമി എല്ലാവരെയും തൊഴുതിയിട്ട് നമ്മൾ ഇറങ്ങിയിട്ടാ. ഇനി നമ്മൾ നേരെ പോണത് പുൽപ്പരമന്നത്തുള്ള ഭരതക്ഷേത്രത്തിലേക്കാണ്. അപ്പോൾ നമ്മുടെ പാലക്കാട് ജില്ലയിലെ കുഴൽമന്നത്താണ് ട്ടോ ഭരതക്ഷേത്രം ഉള്ളത്. അപ്പോൾ നമ്മൾ ഭരതക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ തന്നെ നല്ല പ്രകൃതി രമണീയമായ ഒരു സ്ഥലത്താണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. അന്ന് നല്ല തിരക്കുമുണ്ട്. എന്തായാലും നമുക്ക് ക്ഷേത്രത്തിൽ പോയിട്ട് ഭഗവാനെയും തൊഴുതിയിട്ട് വേണം നമുക്കിനി അടുത്ത സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് കേട്ടോ. ക്യൂ ഉണ്ട് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ തവണത്തേക്കാളും ഒരുപാട് ഭക്തന്മാർ ഇത്തവണ കൂടുതലായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. കഴിഞ്ഞ തവണ എല്ലാ ഭാഗത്തും ബോർഡ് വെച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ന് ബോർഡൊന്നും കണ്ടില്ല കേട്ടോ ഗൈസ്. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. എല്ലാവർക്കും എന്താ പറയുക, ഈ ക്ഷേത്രത്തെക്കുറിച്ചൊക്കെ എല്ലാവരും അറിഞ്ഞ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കോൽമന്നത്തുള്ള പുൽപ്പുരമന്നം എന്ന സ്ഥലത്തുള്ള നമ്മുടെ ഭരതക്ഷേത്രത്തിലേക്ക് തൊഴുതിയിട്ട് ഞങ്ങൾ ഇവിടെ അന്നദാനം കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഇവിടെ വന്ന് തൊഴുതി കുറേ നേരം ഇവിടെ നിന്നിട്ട് ഞങ്ങൾ വീണ്ടും പോവുകയാണ് ഗൈസ്. ഇനി അടുത്ത് നമുക്ക് കുത്തനൂർ ഭാഗത്തേക്കാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ ഈ കാണുന്ന ജനങ്ങൾ മുഴുവൻ ഓരോ സ്ഥലങ്ങളിൽ നിന്നായിട്ട് വന്നതാണ് കേട്ടോ. അവരൊക്കെ ഓരോ ബസ്സുകളിൽ വന്നതാണ്. അപ്പോൾ അവർ നടന്ന് ബസ് കയറാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ പോയിട്ട് ഇനി കുത്തനൂരുള്ള ശത്രുഘ്ന ക്ഷേത്രത്തിലും കൂടി പോയി ദർശനം നടത്തി കഴിഞ്ഞാൽ നമ്മുടെ ഈ വർഷത്തെ നാലമ്പല ദർശനം പൂർത്തിയാവും. അപ്പോൾ എന്തായാലും നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. രാമായണ മാസം നാലമ്പല ദർശന പുണ്യം കർക്കിടകം 1 മുതൽ 31 വരെ അല്ലേ. നാലമ്പല തീർത്ഥാടകർക്ക് പുത്തനൂർ കൽക്കളം ശത്രുഘ്ന സ്വാമി ക്ഷേത്രത്തിലേക്ക് സ്വാഗതം. ഈ ഭാഗത്തൂടെയാണ് പോണത്. അപ്പോൾ നമ്മുടെ ഈ വർഷത്തെ നാലമ്പല ദർശനത്തിലെ അവസാന ക്ഷേത്രമായ ശത്രുഘ്ന ക്ഷേത്രത്തിലും വന്ന് തൊഴുതി ഞങ്ങൾ ഇറങ്ങി. ഇനി എന്തായാലും അന്നദാനവും കഴിച്ചിട്ട് പോകാമിട്ട് ഞങ്ങൾ അവിടെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കഞ്ഞിയും നല്ല പുഴുക്കൊക്കെ കൂടിയിട്ടുള്ളൊരു നല്ലൊരു അച്ചാറൊക്കെ കൂടിയിട്ടുള്ളൊരു അന്നദാനമാണ്. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ തിരിച്ച് പോകാൻ നിൽക്കുകയാണ് ഗൈസ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ എന്തായാലും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എൻ്റെ ഈ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യണം. പിന്നെ ഈ സ്ഥലത്തെക്കുറിച്ചുള്ള ലൊക്കേഷൻ വേണമെങ്കിലും കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ ഗൈസ്. അപ്പോൾ എന്തായാലും എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലൊക്കേഷനൊക്കെ പിൻ ചെയ്ത് വെക്കാം. ആവശ്യമുള്ളവർ അതിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ക്ഷേത്രങ്ങളിലേക്ക് പോകുന്ന വഴികളൊക്കെ അറിയാൻ പറ്റും ഗൈസ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എന്തായാലും ലൈക്ക് ചെയ്യുക. നമുക്ക് അടുത്തൊരു നല്ല വീഡിയോയുമായി കാണാം.